നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ നാഷ്വില്ലെ എസ്സിക്കെതിരെയുള്ള മത്സരത്തിനിടയിലായിരുന്നു സൂപ്പർ താരം ലയണൽ മെസ്സിക്ക് പരിക്കേറ്റത്. പിന്നീട് ഇന്റർ മയാമിയുടെയും അതുപോലെ തന്നെ അർജന്റീന ദേശീയ ടീമിന്റെയും പല മത്സരങ്ങളും ലയണൽ മെസ്സിക്ക് നഷ്ടമായി എന്നുള്ളതാണ്. ഇനി കോൺകക്കാഫ് ചാമ്പ്യൻസ് കപ്പിൽ നടക്കുന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിലെ ആദ്യ മത്സരത്തിന് വേണ്ടി നാളെ ഇന്റർ മയാമി കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. മെക്സിക്കൻ കരുത്തരായ മോണ്ടെറിയാണ് അവരുടെ എതിരാളികൾ. നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 5:30 ഇന്റർ മയാമിയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം നടക്കുക. ഈ മത്സരത്തിൽ ലയണൽ മെസ്സി കളിക്കുമോ എന്നുള്ളതാണ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതിനുള്ള ഒരു ഉത്തരം ഇപ്പോൾ ചില മാധ്യമ പ്രവർത്തകർ നൽകിയിട്ടുണ്ട്. അതായത് ലയണൽ മെസ്സി തൻ്റെ ടീമിനോടൊപ്പമുള്ള ട്രെയിനിങ് കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ റിക്കവറി നല്ല രൂപത്തിലാണ് ഇപ്പോൾ പ്രോഗ്രസ് ആയി വരുന്നത്. പക്ഷെ അദ്ദേഹം കളിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണങ്ങൾ ഒന്നും വന്നിട്ടില്ല. വളരെ പ്രധാനപ്പെട്ട മത്സരമാണ്. എന്നിരുന്നാൽ പോലും മെസ്സിയുടെ കാര്യത്തിൽ റിസ്കുകൾ ഒന്നും എടുക്കില്ല എന്നാണ് അർജന്റീൻ മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, പ്രസ് കോൺഫറൻസിൽ ഇന്റർ മയാമിയുടെ പരിശീലകനായ ടാറ്റ മാർട്ടിനോട് ഇക്കാര്യം ചോദിക്കപ്പെട്ടിരുന്നു. അതിനുള്ള ഒരു കൃത്യമായ മറുപടി അദ്ദേഹം നൽകിയിട്ടുണ്ട്. അതായത് ലയണൽ മെസ്സി ടീമിനോടൊപ്പം നോർമൽ ആയിക്കൊണ്ട് ഇപ്പോൾ ട്രെയിനിങ് നടത്തിയിട്ടുണ്ട്. നിലവിൽ മെസ്സിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ മെസ്സി സ്റ്റാർട്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനം എടുക്കുക മത്സരത്തിന് മുന്നെയാണ്. മത്സരത്തിന് വേണ്ടി ഇനിയും 24 മണിക്കൂർ ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തീരുമാനമെടുക്കുക. ഇതാണ് ഇന്റർ മയാമിയുടെ പരിശീലകൻ ടാറ്റ മാർട്ടിന് പറഞ്ഞിട്ടുള്ളത്. മത്സരത്തിൽ മെസ്സി കളിക്കും എന്നുള്ള ഒരു ശുഭസൂചന തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പക്ഷെ സ്റ്റാർട്ടിംഗ് 11-ൽ ഉണ്ടാകുമോ, അതല്ല പകരക്കാരനായിക്കൊണ്ട് മെസ്സി വരുമോ എന്നുള്ള കാര്യം മത്സരത്തിന്റെ തൊട്ടു മുന്നെയാണ് ഇന്റർ മയാമി തീരുമാനിക്കുക എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ലയണൽ മെസ്സിയുടെ കളിക്കളത്തിലേക്കുള്ള തിരിച്ചുവരവിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരാധകരുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കൊണ്ടും കാണാം.